ഹലോ, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നെല്ലാവരും വീട്ടിലുണ്ട്. അപ്പം ഞാൻ വിചാരിച്ചു ഇന്ന് ചിക്കൻ കറി ആക്കാമെന്ന്. ചിക്കൻ കറി ആയാലും പിന്നെ അയറ നല്ലോണം ചോറും തിന്നോളും. ചിക്കൻ നേരത്തെ കഴുകി മസാലയെല്ലാം ചേർത്ത് മസാല പിടിക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ ഉള്ളിൻ്റെയും അതുപോലെ ഇഞ്ചി വെളുത്തുള്ളി അതിൻ്റെ എല്ലാം തോല് കളഞ്ഞ് റെഡിയാക്കുവന്നേ. ഓരോ ആൾക്കാരും ഓരോ തരത്തിലായിരിക്കും അല്ലേ ചിക്കൻ കറി ആക്കുന്നത്. എൻ്റെ അമ്മ നല്ല അടിപൊളിയിൽ ചിക്കൻ കറി ആക്കും. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എൻ്റെ ചിക്കൻ കറിക്ക് വേറൊരു ടേസ്റ്റാണ്. അയറ രാവിലെ തന്നെ പഠിക്കാൻ തുടങ്ങി. കുറച്ച് ഹോംവർക്ക് ഉണ്ട്, അപ്പോൾ അതെല്ലാം ചെയ്ത് തീർക്കുമെന്ന്. എന്നാൽ പിന്നെ കുറച്ച് കഴിഞ്ഞാൽ പിന്നെ കളിക്കാമല്ലോ. അപ്പോൾ തോലെല്ലാം കളഞ്ഞ് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ഇതെല്ലാം മുറിച്ച് ജാറിലിട്ട് അതൊന്ന് അടിച്ചെടുക്കണം. വേഗം ആ പണി തീർത്തേക്കാന്ന് വിചാരിച്ച്. അഥവാ കറണ്ട് പോയാൽ പിന്നെ അത് ചെയ്യാൻ പറ്റില്ലല്ലോ. പിന്നെ ഞാൻ ചിക്കൻ കറിയിലേക്കായിട്ട് ഒരു തക്കാളിയും കൂടി എടുക്കുന്നുണ്ട്. 4 ഉള്ളിയാണ് ഞാൻ എടുത്തത്. അയറക്ക് ചിക്കൻ കറി ഇഷ്ടമായതുകൊണ്ട് നമ്മൾ ഇടയ്ക്കൊക്കെ ചിക്കൻ കറി ആക്കലുണ്ട്. പിന്നെ ഇപ്പോൾ ട്രോളിങ് അല്ലേ, അപ്പം മീനൊന്നും അത്ര ടേസ്റ്റിലൊന്നും കിട്ടൂലല്ലോ. ഉള്ളി വഴറ്റാൻ വേണ്ടി ഞാൻ വനീഷേട്ടനെ വിളിച്ചേ. ആ സമയം ഞാൻ ചോറ് വെച്ചു. റൈസ് കുക്കറിലാണേ ചോറ് വെക്കുന്നത്, വേഗമാവുമല്ലോ. അരി തിളച്ചിട്ട് റൈസ് കുക്കറിൽ 1 മണിക്കൂർ വെച്ചാൽ പിന്നെ അത് വാർക്കാം, വെന്തോളും. വനീഷേട്ടൻ നല്ല സൂപ്പറായി ചിക്കൻ കറി വെക്കുവേ. ഇടയ്ക്കെല്ലാം ഞാൻ ഉള്ളി വഴറ്റാൻ വേണ്ടി വനീഷേട്ടനെ വിളിക്കും. കാസർഗോഡ് ജോലി ചെയ്യുന്ന സമയത്ത് ഇവർ റൂമിൽ നിന്ന് എല്ലാവരും കൂടി ഫുഡെല്ലാം ഉണ്ടാക്കി അവർ കഴിക്കലുണ്ട്. അതുകൊണ്ട് എല്ലാം ഉണ്ടാക്കാൻ അറിയാം. കല്യാണം കഴിഞ്ഞ സമയത്തൊന്നും എനിക്ക് ചിക്കൻ കറിയൊന്നും ആക്കാൻ അറിയില്ല. ഞാൻ അമ്മയോട് ചോദിച്ചും പിന്നെ വനീഷേട്ടനിൽ എന്നെ സഹായിക്കും, അങ്ങനെ പഠിച്ച് ഇപ്പം ശരിയായി. പിന്നെ ബീൻസ് വറവാക്കാമെന്ന് വിചാരിച്ചു. അത് മുറിച്ചിടുമെന്ന്. അയറ ആ സമയം കളിക്കുന്നുണ്ട്. ഇനി കുറച്ച് കളിച്ചിട്ട് പഠിക്കാമേ എന്ന് പറഞ്ഞു. നാളെ ഡിക്റ്റേഷൻ ഉണ്ട്. അപ്പം നേരത്തെയായി പറയുന്നു, അച്ഛ എന്നെ പഠിപ്പിക്കണേ കുറച്ച് കഴിഞ്ഞിട്ട് എന്ന് പറയുന്നുണ്ട്. ചിക്കൻ കറി ആക്കുമ്പോൾ ഞാൻ പേപ്പറിലെല്ലാം മുറിച്ചിടുക. അതാകുമ്പോൾ പിന്നെ വേറെ പണിയൊന്നുമില്ലല്ലോ. ആ പേപ്പർ അങ്ങ് മടക്കിയെടുത്ത് വേസ്റ്റ് കൊണ്ട് കളഞ്ഞാൽ മതിയല്ലോ. ചിക്കൻ കറി ആക്കുമ്പോൾ ഇങ്ങനെ വേണ്ടു. അല്ലെങ്കിൽ നമ്മൾ മീൻ കറിയെല്ലാം ആക്കുമ്പോൾ ഒരു ഉള്ളി തക്കാളി അങ്ങനെയല്ലേ എടുക്കൂ. അയറ കളിച്ച് കഴിഞ്ഞ് പിന്നെ വീണ്ടും പഠിത്തം തുടങ്ങി. UKG ഇല്ലേരെല്ലാം വെറും മടിയായിരുന്നേ പഠിക്കാൻ. പക്ഷെ ഇപ്പം നല്ലോണം പഠിക്കുന്നുണ്ട്. അപ്പോഴത്തേക്കും ചോറായി. കാര്യമായിട്ടൊന്നും കറിയില്ലേ, ചിക്കൻ കറി ബീൻസ് വറവ് പിന്നെ അച്ചാറുണ്ട്, അതല്ലേ ഇല്ലു. അങ്ങനെ നമ്മൾ ചോറ് കഴിക്കാൻ തുടങ്ങിയേ. അയറ മെല്ലെ കഴിക്കൂ. അയറക്ക് ചോറ് തിന്നണമെങ്കിൽ ഒരു 2 മണിക്കൂറെല്ലാം വേണം. അങ്ങനെ ചോറെല്ലാം കഴിഞ്ഞ് പിന്നെ ഞാൻ റൂമെല്ലാം അടിച്ചു വാരാൻ തുടങ്ങി. പിന്നെ ഞാൻ കുറച്ച് സമയം ഫോണെല്ലാം നോക്കിയിരുന്നു. അങ്ങനെ സന്ധ്യയായേ. വിളക്ക് കത്തിച്ചു. പിന്നെ ഞാൻ എന്ത് ചെയ്തെന്ന് വിചാരിച്ചാൽ ചെടിക്കെല്ലാം വെള്ളം നനച്ചു. മഴ പെയ്യെങ്കിൽ വെള്ളം നനക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് കാത്തു നിന്നേ. മഴയൊന്നും ഇല്ലല്ലോ ഇപ്രാവശ്യം. പിന്നെ വെള്ളം നനച്ചു. കുറേ ചെടികളുണ്ട്. കുറച്ച് 1-2 മഴ പെയ്യാൻ തുടങ്ങി പിന്നെ പൂവെല്ലാം പോയി. ഇനി മഴയെല്ലാം മാറിയാലേ പൂക്കളെല്ലാം ഉണ്ടാവും. കോട്ടയാടിൽ ഞാൻ വെള്ളം നനക്കാൻ പോയാലും അയറ പറഞ്ഞ് അത് ഞാൻ നനച്ചോളാമെന്ന് പറഞ്ഞു. ഇടയ്ക്കെല്ലാം അയറ വന്ന് നനക്കും. അയറക്ക് ഇഷ്ടമാണ് നനക്കാൻ വേണ്ടി. ഇടയ്ക്ക് എന്നെ വന്നെല്ലാം സഹായിക്കും. എന്നോട് പറയും, അമ്മയെ ടീച്ചർ പറഞ്ഞിന് സഹായിക്കണം, അതുകൊണ്ട് ഇടയ്ക്ക് വന്നിട്ട് ഗ്ലാസ്സെല്ലാം കഴുകി തരും. ഗ്ലാസ്സൊന്നും കഴുകാൻ അറിയില്ലല്ലോ. ഞാൻ പറയും സാരല്ല ഞാൻ കഴുകിക്കോളാം എന്ന് പറയും. പിന്നെ സോഫയിൽ അവളെ സാധനങ്ങളെല്ലാം ഉണ്ടാവും, ക്രയോണും ബുക്കും എല്ലാം ഉണ്ടാവും. അതെല്ലാം എടുത്ത് മാറ്റി വെക്കുമെന്ന് പറഞ്ഞാൽ എല്ലാം മാറ്റി വെച്ച് തരും. ആ സമയത്താണോള് ക്രിസ്മസിന് നമ്മൾ പുൽക്കൂടാക്കുമ്പോൾ തൂക്കിയിടുന്നതില്ലേ സ്റ്റാറിൻ്റെ കൂടെയുള്ളത്, അത് കണ്ടത്. അങ്ങനെ കുറച്ച് സമയം അതെടുത്ത് കളിക്കാൻ തുടങ്ങി.
ഇത്രയും നാളും കണ്ടില്ല എന്ന് തോന്നും. അതിലാണ് നമ്മൾ ആ ബോക്സിലാണ് നമ്മൾ യേശുവിനെയും എല്ലാം എടുത്ത് വെച്ചത്. ഞാൻ പറഞ്ഞു അത് കളയാൻ പാടില്ല, ഇനി അടുത്ത ക്രിസ്മസിന് തൂക്കിയിടണ്ടേന്ന് പറഞ്ഞു. നമ്മളെ മുറ്റത്ത് ടെർമിനാലിയുണ്ട്, അതിലാണ് നമ്മൾ സ്റ്റാറും ഇതെല്ലാം തൂക്കിയിട്ടത്. നല്ല രസമുണ്ടായിരുന്നു കാണാൻ. പിന്നെ അതാ ഒരു കളിക്കുന്ന സാധനം എടുത്തിട്ട് അതാ എറിഞ്ഞ് കളിക്കുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയില്ലേ, ഒരു ചെറിയ വീഡിയോ അല്ലേ. ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണേ. ബായ്.